പോകുന്നിടത്ത് കൂടെയൊക്കെ ക്യാമറയും വെച്ച് പോകുന്ന കല്യാണി എന്തുകൊണ്ട് 8 മാസമായിട്ട് ഗ്ലൂട്ടാത്തോൺ ചെയ്യുന്നത് മാത്രം നമ്മളോട് പറഞ്ഞില്ല? ഐ മീൻ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞില്ല. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും കല്യാണി കല്യാണി കല്യാണി, ഫുൾ കല്യാണിമയാണ്. ആക്ച്വലി ഇതിനെപ്പറ്റൊന്നും സംസാരിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്നതിന് കാരണം ഞാനും അവരുടെ ഒരു ബ്ലൈൻഡ് സബ്സ്ക്രൈബർ ആയിരുന്നു. നോട്ട് ദ പോയിന്റ്, സബ്സ്ക്രൈബർ ആയിരുന്നു. ഈ മൈ വേ ബൈ കല്യാണീന്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോയിലാണ് ഞാൻ അവരുടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ നിന്ന് പിൻവാങ്ങാനുള്ള കാരണം കേട്ടോ. അവർ കുറച്ച് നാൾ മുന്നിട്ടൊരു വീഡിയോ, അതൊരു കുറച്ചൊരു കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു സൺസ്ക്രീനെ പറ്റിയിട്ട്. എടാ, ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് തേക്കുന്ന ഒരു ഒറ്റ സൺസ്ക്രീനാണ്. എനിക്ക് വേറെ ഒരു സൺസ്ക്രീൻ എൻ്റെ ഫേസിന് സ്യൂട്ട് ആവുന്നില്ല. പക്ഷേ ഈ പുള്ളിക്കാരത്തിക്ക് ഉച്ചയ്ക്ക് ഒരു സൺസ്ക്രീൻ, രാത്രി ഒരു സൺസ്ക്രീൻ, രാവിലെ ഒരു സൺസ്ക്രീൻ, അങ്ങനെയാണ്. ഇതൊക്കെ എങ്ങനെ പറ്റുന്നത്? അന്ന് എനിക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരത്തി ലോക ഊടായിപ്പാന്നുള്ളത്. ഇവര് പൈസ മേടിച്ചിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ഓരോ ക്രീമുകൾ. നമ്മളെ പോലെയുള്ള അപ്പാവികൾ അതിനകത്ത് പോയി അങ്ങ് പെടും. നമ്മളെന്താ വിചാരിക്കുക, അവരുടെ സ്കിന്ന് കണ്ടു, ഇത്രയും നല്ല അടിപൊളി സ്കിന്ന് എനിക്കും വേണമായിരുന്നു, ആ ക്രീം ഞാനും വാങ്ങി തേക്കാമെന്ന് വിചാരിക്കും. ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 500 അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനൊക്കെ കൂടി പോയി 600 രൂപ. അവര് പ്രൊമോട്ട് ചെയ്യുന്ന സൺസ്ക്രീനൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. 500-600 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ലക്ഷങ്ങൾ കൊടുത്തിട്ട്, നോട്ട് ദ പോയിന്റ്, ലക്ഷങ്ങൾ കൊടുത്ത് ഗ്ലൂട്ടാഥയോൺ പോലത്തെ പ്രൊസീജിയേഴ്സ് ആണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ നമ്മളാരായി? ഇവരെ അന്ധമായി വിശ്വസിച്ച് ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മളാരായി? ഫെയർ സ്കിൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വാരി തേച്ച് മുഖത്തുള്ള കുണ്ടും കുഴി ആക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോട്ടെ, ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നൊക്കെ അവരുടെ ഇഷ്ടം, സമ്മതിച്ചു. രാവിലെ എണീറ്റാ ശ്രീചേട്ടന്റെയും അപ്പുകൂട്ടന്റെയും എല്ലാവരുടെയും കാര്യങ്ങൾ, വീട്ടിലത്തെ പട്ടിയുടെ വരെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിടുന്ന ചേച്ചി എന്തുകൊണ്ട് കൊട്ടിയം എന്ന സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരെ പോയിട്ട് ചെയ്യുന്ന ഈ ഗ്ലൂട്ടാത്തോൺ എന്നുള്ള പ്രൊസീജിയർ എന്തുകൊണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ടില്ല? ഇവർ 8 മാസമായിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. ഈ കഴിഞ്ഞ 8 മാസമായിട്ട് പുള്ളിക്കാരത്തി കൊട്ടിയത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരെ പോയി ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്തൊരു കാര്യം, ഇപ്പൊ വീട്ടിൽ പുതിയ പണിക്കൊരു ചേച്ചി വന്നിട്ടുണ്ട്, സഹായിക്കാൻ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചിനെ പോലും കൊണ്ടുപോയി അത് മേടിച്ചു കൊടുക്കുന്നു, ഇത് മേടിച്ചു കൊടുക്കുന്നു, കമന്റ് സെക്ഷൻ കാണണം. നന്മമരം കല്യാണി കല്യാണി നീഴാൽ വാഴട്ടെ എന്നുള്ള കമന്റ്സ് ഒക്കെ വരുന്നത്. നല്ല കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കല്യാണി എന്തുകൊണ്ട് ഗ്ലൂട്ടാത്തോണിന്റെ വീഡിയോ മാത്രം ഇട്ടില്ല? ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് കല്യാണി പ്രതികരിച്ചു? അങ്ങനെ എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന കല്യാണി എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു? വേറൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. നമുക്കൊക്കെ തലവേദനയും അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ വന്ന് നമ്മൾ എണീറ്റ് നിൽക്കുക ഇല്ല. പക്ഷേ ഈ പുള്ളിക്കാരത്തി ആ മൈഗ്രെയിൻ എടുത്ത് ചാവാ നിൽക്കുമ്പോൾ പോലും വീഡിയോ എടുത്തിടും. അങ്ങനെയുള്ള പുള്ളിക്കാരത്തി എന്തുകൊണ്ട് ഗ്ലൂട്ടാത്തോൺ ചെയ്യാൻ പോയപ്പോൾ നമ്മളോട് പറഞ്ഞില്ല? ഐ മീൻ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞില്ല. ഞാനിപ്പോ ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിലാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ അവരുടെ സബ്സ്ക്രൈബർ ആയിരുന്നു, ഇപ്പോൾ അല്ല. അതിന് എടുത്തെടുത്ത് പറയുന്നു. ചിലപ്പോ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദേഫോയോ ഹിയർഫോയോ, എനിക്ക് കറക്റ്റ് പേര് അറിയില്ല ആ ക്ലിനിക്കിന്റെ, അവരും കല്യാണിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു ഒരു വീഡിയോ ഇടുന്നു, അതിന്റെ മേളിൽ വേറെ വീഡിയോ ഇടുന്നു, ഒരു വീഡിയോ ഇടുന്നതിന്റെ മേളിൽ വേറെ വീഡിയോ ഇടുന്നു, അങ്ങനെ വീഡിയോ ഇട്ടിട്ട് അവർ പോവാണ്. അടയ്ക്ക് ശ്രീചേട്ടന്റെ വോയിസ് ക്ലിപ്പ്, ശ്രീചേട്ടന്റെ പോലീസ് അറസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനെ കുറെ വീഡിയോസ്. എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഇങ്ങനെ പൈസ മേടിച്ച് മറ്റുള്ളവരെ പറ്റിക്കാൻ? എന്നിട്ടോ എന്റെ സ്കിന്ന് കണ്ടോ ഇപ്പൊ എന്തൊരു ഗ്ലോ ആണ്, ഞാൻ തേച്ചത് ഈ ക്രീമാണ് എന്നും പറഞ്ഞു വന്ന് നമ്മളെ മുന്നിൽ വന്ന് വിളമ്പും. ഇതും കേട്ട് കുറെ പോയി മേടിക്കാൻ നമ്മളെ പോലുള്ള കുറെ എണ്ണങ്ങളും. ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം അറിയാമോ? അവരുടെ കമന്റ് സെക്ഷനിൽ, ചേച്ചി ഒന്ന് വോയിസ് റിപ്ലൈ തരുമോ പ്ലീസ്? എടാ, ഇവരൊക്കെ വോയിസ് റിപ്ലൈ ഇട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അവര് നമ്മളെ പോലെ തന്നെയുള്ള ആൾക്കാരാണ്. നമുക്കൊക്കെ ഒരു ആരാധനയാവാം, അന്ധമായിട്ട് ആരാധിക്കരുത്, മനസ്സിലായോ? ഇപ്പൊ ഗ്ലാമികങ്ങനെ കേസ് പറയുകയാണെങ്കിൽ അവര് പണ്ടൊന്നും ആലോചിച്ച് നോക്കുക, അവര് ഈ അരിമാവ്, കടലമാവ്, കടലപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് മുഖത്ത് തേച്ച് അങ്ങനത്തെ DIY പ്രൊഡക്ട്സ് ആയിരുന്നു കൂടുതലായിട്ടും നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അതിലാണ് അവർ ക്ലിക്കായി തുടങ്ങിയതും. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താ? അവരും വരുന്നുണ്ട് രാവിലെ തൊട്ട് ഓരോ ക്രീമുമായിട്ട്, ഇല്ലേ?
ഇതിനൊക്കെ മെയിൻ ഉദ്ദേശം ജസ്റ്റ് പ്രൊമോഷൻ, ബിസിനസ് ആണ്. നമ്മൾ ഈ ടി വിയിൽ കാണുന്ന ആഡ്സ് ഇല്ലേ, അത് തന്നെയാ സെയിം സാധനമാണ് ഇവര് കാണിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ കഞ്ഞിയും കറിയും കാണിച്ചുകൊണ്ടിരുന്ന ചേച്ചി പെട്ടെന്ന് എങ്ങനെയാ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആവുന്നത്? ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലേ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ അല്ലേ? പിന്നെ ചേച്ചി MBBS-ഉം BDS-ഉം പഠിച്ചവരൊക്കെ പുച്ഛിച്ച് പറയുന്നുണ്ട്. എന്ത് അർഹതയുണ്ട് പറയാൻ വേണ്ടിയിട്ട്? എന്ത് അർഹതയുണ്ട് പറയാൻ വേണ്ടിയിട്ട്? വെറുതെ കടയിൽ പോയിട്ട് ചേട്ടാ 1 കിലോ MBBS എന്ന് പറയുമ്പോൾ കിട്ടുന്ന സാധനമല്ല MBBS. ഒട്ടും വിവരമില്ലാത്ത കളിയാണ് ആ ചേച്ചി കളിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് 6 അക്ക സംഖ്യ മുടക്കി എന്നാണ് പറയുന്നത്. ഈ 6 അക്ക സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയോക്ക്. എത്രയായിരിക്കും? എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നതോ? ഇവരെന്താ കാണിച്ചു തന്നെ 500-ന്റെയും 600-ന്റെയും സാധനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ അതുപോലും മേടിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും നമ്മളിൽ. എന്നിട്ട് നമ്മൾ കുറെ ആൾക്കാർ അത് പോയി മേടിക്കുന്നുമുണ്ട്. ആരെ വിശ്വസിച്ചിട്ട്? ഇവരെയൊക്കെ ബ്ലൈൻഡ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് പോയി മേടിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇമ്മാതിരി സാധനങ്ങളൊക്കെ വാരി തേച്ച് അങ്ങ് വെളുത്ത് അല്ലെങ്കിൽ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ക്ലിയർ സ്കിൻ ആയിട്ട് അവരങ്ങ് പോകുമ്പോൾ പിന്നെയും ചോദിക്കും നമ്മൾ ചേച്ചീൻ്റെ സ്കിന്ന് എത്ര ബ്യൂട്ടിഫുൾ ആ, ചേച്ചി എന്താ ചെയ്യുന്നത്? അപ്പോഴത് വരും, ഞാൻ തേക്കുന്നത് ഈ ക്രീമാണ്, രാവിലെ ഒരു ക്രീം, ഞാൻ തേക്കുന്നത് ഈ ക്രീമാണ്, ഉച്ചയ്ക്ക് വേറൊരു ക്രീം. അങ്ങനെ വരുന്ന ടീമുകളാണോ ഇവരൊക്കെ? എന്തെങ്കിലും ക്രീം തേക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിക്കുകയും എന്താ നമ്മുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ളതെന്ന്. അത് കണ്ടിട്ട് അവർ പറയുന്ന ക്രീം വാരി തേക്കുക. അല്ലാണ്ട് ഈ നാട്ടുകാരെ പറയുന്നത് വാരി തേച്ചിട്ട് നമ്മുടെ മുഖം പോയേ ഉള്ളൂ. കാരണം ഇവളുമാരൊക്കെ പൈസ കൊടുത്ത് അങ്ങേ അറ്റത്ത് നല്ല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടാണ് ഇവളുമാർ ഇതൊക്കെ ചെയ്യുന്നത്. ഈ 8 മാസം ചികിത്സിച്ചിട്ട് കല്യാണിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തൊക്കെയോ അലിഗേഷൻസ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എനിക്കറിയില്ല ഇതിനകത്ത് ആരാണ് കറക്റ്റ് പറയുന്നതൊന്നും. പക്ഷെ എനിക്ക് വിയോജിപ്പുള്ളത് കല്യാണി എല്ലാ കാര്യങ്ങളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ണു തുറന്ന് എണീറ്റ് വരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്തിടുന്ന കല്യാണി ഈ 8 മാസം ചെയ്ത പ്രൊസീജിയർ അവൾ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സിനടുത്ത് പുള്ളിക്കാത്തി റിവീൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് അവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നില്ല? സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് എല്ലാം എന്ന് പറയുന്ന പുള്ളിക്കാരത്തെ എന്തുകൊണ്ട് പറയുന്നില്ല? കുറച്ച് നാൾ മുന്നേ ഒരു ഇൻഫ്ലുവൻസർ ഒരു ഗീവ് അവേ നടത്തി. അവർക്ക് കൊളാബ് കിട്ടിയ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ഗീവ് അവേ ആയിട്ട് തരുന്നു. അത്രേ ഉള്ളു കാര്യം. അവരതൊന്നും യൂസ് ചെയ്യുന്നില്ല. അവർ ആ വക സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് അതൊക്കെ ഗീവ് അവേ എന്നുള്ള പേര് നമ്മുടെ കയ്യിലേക്ക് വെച്ചില്ല. ഇതൊക്കെ എന്ത് നാട്ടു നടപ്പാ? എന്നിട്ട് അതിനും പോയിട്ട് കമന്റ് ചേച്ചി എനിക്ക് തരൂ. നോട്ട്സ് കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ കണ്ടു, റീല് കണ്ടു. ഐ സ്റ്റാർട്ടഡ് വ്ലോഗിങ് ബിക്കോസ് ഓഫ് ദിസ് ലേഡി എന്നും പറഞ്ഞിട്ട്. അതിനകത്ത് ഈ കല്യാണിന്റെ വീഡിയോ ആയിരുന്നു വന്നത്. പുള്ളിയുടെ ഥാറൊക്കെ മേടിച്ചത്. ഇവരെങ്ങനെ മേടിച്ച്? ഈ പ്രൊമോഷൻ. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നിങ്ങൾക്കും വലിയ ആളാവണം എന്നാണോ ആഗ്രഹം? ആണെങ്കിൽ യു ഗോ ഇൻ ദാറ്റ് ഫ്ലോ. ഓക്കെ, അവരുടെ ആ വഴിയിൽ തന്നെ നിങ്ങൾക്കും സഞ്ചരിക്കാം. കാരണം അത് അസല് പറ്റിച്ച് പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിയ പൈസയും കൊണ്ട് മേടിച്ച ഓരോ സാധനങ്ങളാണത്. ഈ കടച്ചാതി സാധനങ്ങൾ വാരി തേച്ചിട്ട് നമ്മുടെ ഗ്ലൂട്ടാത്തോൺ കല്യാണിക്ക് ആകെ കൂടെ പണി കിട്ടി. അങ്ങനെയാണ് പുള്ളിക്കാരത്തി ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഒരുപാട് കല്യാണിമാർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നും അവർ നമ്മൾ വെളുത്ത് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലതുണ്ടാവാനോ വേണ്ടി പറയുന്നതല്ല. അവരെ നന്നാവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. സോ എല്ലാവരും കണ്ടും കേട്ടും സാധനങ്ങൾ ഉപയോഗിക്കുക. എനിക്ക് കല്യാണിയോട് വിയോജിപ്പുള്ളത് ഈ ഒറ്റ കാരണത്തിലേ ഉള്ളൂ. കാരണം പോകുന്നിടത്ത് കൂടെയൊക്കെ ക്യാമറയും വെച്ച് പോകുന്ന കല്യാണി എന്തുകൊണ്ട് 8 മാസമായിട്ട് ഗ്ലൂട്ടാത്തോൺ ചെയ്യുന്നത് മാത്രം നമ്മളോട് പറഞ്ഞില്ല? സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞില്ല. ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബാക്കിയെല്ലാം അവരുടെ ഇഷ്യൂ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഇവിടെയും തീരാൻ പോകുന്നില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് നിൽക്കും. ആ സൺസ്ക്രീനിന്റെ കേസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതങ്ങ് നിന്നായിരുന്നല്ലോ. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ചിൽഡ്രൻ, ബൈ.